ലോകം അറിയപ്പെടുന്ന രണ്ട് ബ്രാൻഡുകളായ അഡിഡാസും പ്യൂമയും ഉണ്ടായത് രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ജർമ്മനിയിൽ നടന്നൊരു യഥാർത്ഥ സംഭവമാണിത്. ഈ സഹോദരന്മാരെ ആസ്പദമാക്കി 2016 പുറത്തിറങ്ങിയ മൂവിയാണ് അഡിഡാസ് വേഴ്സസ് പ്യൂമ ദ ബ്രദേഴ്സ് ഫ്യൂഡ്. ജർമ്മൻ ഭാഷയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഉള്ളടക്കത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത് ജർമ്മനിയിലെ ഒന്നാം ലോക മഹായുദ്ധ സമയത്തിലൂടെയാണ്. കഥ ആരംഭിക്കുന്നത് സഹോദരന്മാരിൽ ഒരാളായ അഡോൾഫ് എന്നു പേരുള്ള ആഡിയിലൂടെയാണ്. ആഡി വളരെയധികം സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ചെറുപ്രായം മുതലേ സ്പോർട്സിനോടുള്ള കഴിവും താല്പര്യവും ആഡി തെളിയിച്ചു. പല ഇനങ്ങളിലായി ധാരാളം പ്രൈസും മെഡലുമെല്ലാം അദ്ദേഹം വാരിക്കൂട്ടിയിരുന്നു. പതിവ് പോലെ ആഡി കാലത്ത് തന്നെ തന്റെ പരിശീലനം ആരംഭിച്ചു. തെരുവിലൂടെ ഓടുന്നതിനിടയിൽ ദൂരെ നിന്ന് തന്റെ സഹോദരൻ റുഡോൾഫ് കാറിൽ വരുന്നത് അവൻ കണ്ടു. ഇരുവരും കാറിൽ സഞ്ചരിച്ച് നഗരത്തിലെ ഒരു ബെൽറ്റ് ഫാക്ടറിയിലേക്ക് എത്തുന്നു. ആ ബെൽറ്റ് ഫാക്ടറിയിലാണ് റൂഡി സെയിൽസ്മാനായി ജോലി ചെയ്യുന്നത്. ഫാക്ടറിയുടെ മുമ്പിൽ വണ്ടി നിർത്തി റൂഡി ഫാക്ടറിയിലേക്ക് ജോലി ചെയ്യാനായി പോകുന്നു. ഈ സമയം ആഡി കാറിൽ നിന്ന് എഞ്ചിനുമായി ഘടിപ്പിക്കുന്ന ഒരു ബെൽറ്റ് അഴിച്ചെടുക്കുന്നുണ്ട്. സ്പോർട്സിന് പുറമെ ആഡി ഷൂകൾ ഉണ്ടാക്കുന്നതിൽ വളരെയധികം താല്പര്യപ്പെട്ടിരുന്നു. തന്റെ വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള വാഷ്റൂം ആഡി ഒരു ചെറിയ ഷൂ നിർമ്മാണ യൂണിറ്റാക്കി മാറ്റി. അവിടെ ആഡിയും സുഹൃത്തായ ജെയ്ക്കും ചേർന്ന് പലതരത്തിലുള്ള ഷൂവിന് അനുയോജ്യമായ ഡിസൈനുകൾ ഉണ്ടാക്കാനായി ആരംഭിച്ചു. ഒന്നാം ലോക മഹായുദ്ധ സമയമായതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെ വൈദ്യുതിക്ക് വളരെയധികം ക്ഷാമമുണ്ടായിരുന്നു. അത് തരണം ചെയ്യാനായാണ് ആഡി റൂഡിയുടെ കാറിൽ നിന്ന് ബെൽറ്റ് എടുത്തത്. ആ ബെൽറ്റ് ഒരു ഡൈനാമോയുമായി ഘടിപ്പിച്ച് ആഡി അവിടെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ആരംഭിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ജർമ്മനിയിൽ വളരെയധികം ദാരിദ്ര്യമായതിനാൽ തന്നെ ബെൽറ്റ് ഫാക്ടറിയിലെ റൂഡിയുടെ ജോലി നഷ്ടപ്പെടുന്നു. ന്യൂറംബർഗ് എന്ന സ്ഥലത്ത് മറ്റൊരു ജോലി തേടി പോകാനായി റൂഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ തന്റെ സഹോദരിമാരോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫ്രീഡൽ എന്ന പെൺകുട്ടിയെ റൂഡി ശ്രദ്ധിച്ചു. ആദ്യ കാഴ്ചയിൽ തന്നെ റൂഡിക്ക് അവളോടൊരു താല്പര്യം തോന്നി. അവളോട് സംസാരിക്കുന്നതിനിടയിലേക്ക് ഗബ്ബർ എന്ന പേരുള്ള ഒരു റൗഡി കടന്നു വരുന്നു. തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും റൂഡിയെ അവർ മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ റൂഡി ന്യൂറംബർഗിലേക്ക് പോകാതെ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഇതേ സമയം ആഡി തന്റെ പണിപ്പുരയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷൂ തനിക്കുണ്ടാക്കണമെന്ന ആഗ്രഹത്താൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങോട്ടേക്ക് മർദ്ദനമേറ്റ റൂഡി കടന്നു വരികയും ആഡിയോട് സംസാരിക്കാനും ആരംഭിച്ചു. ദിവസേന ഇങ്ങനെ ഷൂ തുന്നിയാൽ നമുക്ക് ജീവിക്കാനാകില്ല. യുദ്ധമായതിനാൽ തന്നെ നാടെങ്ങും പട്ടിണിയിലാണ്. അതിനാൽ തന്നെ നല്ല ജോലി കണ്ടുപിടിക്കണമെന്ന് റൂഡി പറഞ്ഞു. എന്നാൽ എനിക്ക് ഇതല്ലാതെ മറ്റൊരു ജോലി ചെയ്യാൻ കഴിയില്ല എന്നും ഒരു നാൾ ഞാൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷൂ ഉണ്ടാക്കും. എനിക്കറിയാം എന്നെക്കൊണ്ട് അതിന് സാധിക്കുമെന്ന്. എൻ്റെ ഷൂ ധരിച്ച് ലോകത്തിലെ മികച്ച കായിക താരങ്ങൾ കളിക്കുന്നത് ഞാൻ ഉറപ്പായും കാണും. അത് ഞാൻ യാഥാർത്ഥ്യമാക്കിയിരിക്കുമെന്ന് ആഡി മറുപടിയായി പറഞ്ഞു. ആഡിയുടെ പാഷനും ആത്മവിശ്വാസവും കണ്ട റൂഡിക്ക് ലോകത്തിലെ തന്നെ മികച്ച ഷൂ ഉണ്ടാക്കാൻ ആഡിക്ക് കഴിയുമെന്ന് മനസ്സിലായി. എങ്ങനെയും അവനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് റൂഡി തീരുമാനിക്കുന്നു.